സർക്കാരിന്റെ PRD പരസ്യങ്ങൾക്കെതിരെ പ്രതിപക്ഷം. പരസ്യങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വാർത്ത പോലെ തോന്നിക്കുന്ന പരസ്യങ്ങൾ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. പരസ്യം സ്വീകരിക്കാത്ത മാധ്യമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. സർക്കാരിന്റെ ധൂർത്തിന് ജനം കൃത്യമായ മറുപടി നൽകുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. UDF അധികാരത്തിൽ വന്ന ശേഷം PRD ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് RSP നേതാവ് ഷിബു ബേബി ജോണും പ്രതികരിച്ചു. ഇതിപ്പോ സർക്കാരിന്റെ പണം 10 കൊല്ലം മുമ്പുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പേജ്. രണ്ടാമത്തെ പേജ് 10 കൊല്ലം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പേജ്. ഞാൻ ഞങ്ങളുടെ PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും ഭാവിയിൽ. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യും. കോടാനുകോടി രൂപയാണ് ദൂർത്തടിച്ച് സ്വന്തം നഷ്ടപ്പെട്ട പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഈ ദൂർത്തിന് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകും. പരസ്യം കൊണ്ട് കേരള ജനതയുടെ മനസ്സ് കീഴ്പ്പെടുത്താം എന്ന് വ്യാമോഹിക്കുകയാണ്. ഇതിൽ അവാസ്തവങ്ങൾ നിറച്ച വാർത്തകളാണ് പരസ്യത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടി അവാസ്തവം പറയുന്നത് പോലെയല്ല ഗവൺമെന്റ് അവാസ്തവം പറയുന്നത്. മെയ് മാസത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ PRDയിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവാസ്തവം അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച ഉദ്യോഗസ്ഥരെ അവരുടെ പേർക്ക് നടപടിയുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു എന്നോടൊപ്പം. വിജിൻ, ഈ പരസ്യത്തിൽ UDF കാണുന്ന നിയമപ്രശ്നം എന്താണ്? നിഷാദ്, അതായത് 10 വർഷം മുമ്പ് UDF ഭരിക്കുന്ന കാലത്തെ പ്രവർത്തനങ്ങളും വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ നിലവിൽ 10 വർഷത്തിനിപ്പുറം LDF ഉണ്ടാക്കിയ നേട്ടങ്ങളും ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുന്ന ഒരു പത്രവാർത്തയ്ക്ക് സമാനമായ രീതിയിലുള്ള പരസ്യമാണ് PRD ഇംഗ്ലീഷ് മലയാളം മാധ്യമങ്ങൾക്ക് ഇന്ന് പ്രസിദ്ധീകരിക്കാനായി നൽകിയത്. അത് അച്ചടിച്ച് വന്നതും ആ രീതിയിൽ തന്നെയാണ്. ഒറ്റനോട്ടത്തിൽ വായിക്കുമ്പോൾ അതൊരു പത്രവാർത്ത പോലെ തോന്നിപ്പിക്കുന്നതാണ്. സാധാരണഗതിയിൽ PRD അങ്ങനെയല്ല പരസ്യം ചെയ്യാറ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഇതൊരു രാഷ്ട്രീയമായ CPM പ്രചാരണമായി PRD പരസ്യത്തെ മാറ്റി എന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. അത്തരം വിമർശനം തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും നേരത്തെ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട്, അതായത് മുഖ്യമന്ത്രി വിവിധ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് മെസ്സേജുകൾ ആളുകൾക്ക് എത്തിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഉണ്ടായ വിവാദങ്ങളുണ്ട്. അത് ഹൈക്കോടതിയിൽ തന്നെ എത്തുകയും പിന്നീട് അത് നിർത്താൻ ആവശ്യപ്പെടുകയും ഒക്കെ ഹൈക്കോടതി ചെയ്തിരുന്നു. അതിന് സമാനമായ രീതിയിൽ എന്തായാലും രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് നിലവിൽ UDF അത്തരം നീക്കമാണ് ആലോചിക്കുന്നത്. ഒപ്പം തന്നെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നീക്കവും UDFന്റെ ഭാഗത്തുണ്ടാകും. എന്തായാലും രൂക്ഷ വിമർശനമാണ് ഈ കാര്യത്തിൽ. തെറ്റായ പരസ്യമാണ് PRD നൽകിയത്. നൽകിയിട്ടുള്ള പരസ്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ധൂർത്താണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു പ്രതിപക്ഷം. വിജിനാണ് വിവരങ്ങൾ നൽകിയത്.